3 വർഷങ്ങൾക്ക് ശേഷം. എന്താ കൊച്ചേ? എന്താ കൊച്ചേ? അങ്ങനെ കണ്ടവരെ ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. ഓഹോ, നിനക്ക് അവളെയും കൂട്ടി ഇവിടെ ആകെ നശിപ്പിക്കാനാവും. ഞാനും അവളും കുട്ടികളല്ലേ, ഞങ്ങൾ എങ്ങനെ ഇവിടെയൊക്കെ നശിപ്പിക്കാം? അതമ്മക്ക് ബുദ്ധിയില്ലേ? എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ എന്തെന്തൊക്കെ വിരാത്തത്? ഓ, നീ ഇപ്പൊ അങ്ങനെ കളിക്കണ്ട. നിനക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റിയ കളിച്ചാൽ മതി. വന്നേക്കുന്നവള് അത്തമ്മേ. ഓ, നിന്റെ അച്ഛമ്മ. എന്തിനാ കൊച്ചേ എന്റെ കൂടെ പുറത്തേക്ക് വന്നേക്കുന്നേ? നിനക്ക് അവളെ അകത്തിരുന്നാ പോരെ? നാനാ ആദ്യം ഇവിടെ വന്നത്, പിന്നെ അത്തമ്മ ഇങ്ങ് പറഞ്ഞിരുന്നത്. അത്തമ്മയാ പോന്നെ, ഞാനല്ല. കൊച്ചേ, നീ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി നിന്റെ വായിൽ നേരത്തെ ഇരിക്കാൻ പറ്റോ? ഞാന് മിണ്ടാതെ ഇപ്പൊ ഇരുന്നോളാം. അത്തമ്മ അവിടെ ഇരുന്നോ, ഞാന് എന്റെ അമ്മയടുത്ത് പോവാ. ഓ, നിന്റെ അമ്മയടുത്ത് നീ പോയാ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യുന്ന? എന്റെ പൊട്ടി അത്തമ്മേ, നിനക്കെന്താ ഇവിടെ പണി? എനിക്കിവിടെ എന്താ പണി നിനക്ക് അറിയണോ? ദേ കൊച്ചേ, ഒരൊറ്റ ഏറായിരിക്കും ഈ തോട്ടിലേക്ക്. എന്നൊന്ന് എഴുതി നോക്ക്, അപ്പൊ കാണാം. എന്റെ അച്ഛൻ വരുമ്പോ നിങ്ങൾ അടിക്കും. ഓ പിന്നെ, നിന്റെ അച്ഛനെന്ന് പറയുന്നവൻ എന്റെ മോനാ. അതൊക്കെ പണ്ട്. ഇപ്പൊ മാളൂത്തിന്റെ അച്ഛനാ. അച്ഛൻ മാളൂത്തിന് എന്താണ് ചെയ്ത അച്ഛന് അമ്മമ്മ വന്ന് അടിച്ച് കൊള്ളും. എങ്ങനെ? എന്റെ മകനാവന്. അത്തമ്മേ, ഞാന് പാവല്ലേ, എന്നിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കല്ലേ. എപ്പോഴും അത്തമ്മ എന്നിട്ട് അടിയാണല്ലോ. പക്ഷെ അത്തമ്മ ബാക്കി എല്ലാരത്തും നല്ല സ്നേഹ. എന്നോട് എന്റെ അമ്മയത്തും സ്നേഹമില്ല. അതെന്താ അത്തമ്മേ? പിശാസിനെ കൊണ്ട് തോറ്റല്ലോ. ഇനി ഒരു അക്ഷരം ചേച്ചാ നിന്റെ മൂന്നേക്ക് പോയി. 3 വയസ്സേ ആയുള്ളൂ. എന്തൊക്കെയാ വായന വരുന്നേ? നിന്നെ ഞാനിന്ന് കാണിച്ചു തരാടി. അത്തമ്മ ഒന്നും കാണിക്കാൻ പോകുന്നില്ല, നിങ്ങളെ ദുഷ്ടത്തിയ. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. പണിയുണ്ട്. അത്തമ്മ എന്നെ അത്ത് കൊള്ളാൻ പ്ലാനിട്ടോ? ആ കൊച്ചെ, നിനക്ക് അതിനൊക്കെ പ്ലാൻ ഉണ്ട്. നീ എന്ത് ചെയ്യും? നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം. ഞാനെന്തൊരു മണ്ടിയ? ഞാനിതിനെ തട്ടിട്ട് ഇതിനുള്ളിലൊക്കെ എന്റെ ദേഹത്തേക്കല്ലേ. നിനക്ക് കളിക്കാൻ ആരില്ലെന്നല്ലേ പറഞ്ഞേ? ഈ കമ്പ് കൊണ്ട് ആ മരത്തോട്ടെറിയേ. അപ്പോയേ ആ മരത്തിൽ നിന്ന് നിനക്ക് കുറെ കൂട്ടുകാർ കളിക്കാൻ വരും. സത്യമാണോ? ഈ കൊമ്പ് കൊണ്ട് എറിഞ്ഞ കുറെ കൂട്ടുകാരെ കിട്ടുമോ? മാളൂസിന് കൂട്ടുകാരൊന്നുമില്ല. മാളൂസിന് അമ്മ മാത്രമേ ഉള്ളൂ. അത്തന് മാളൂസിന്റെ കൂടെ കളിക്കാനൊന്നും നേരമില്ല. അത്തന് 24 മണിക്കൂറും അത്തമ്മയുടെ മൂത്തില്ല. ഇപ്പോഴുള്ള കൊത്തു കുട്ടികളെ പോലെ അമ്മയുടെ മൂത്തില് നിൽക്കുന്ന ചിക്കനായിന്റെ അത്തന്. എന്തായാലും നീ ഇതുകൊണ്ട് എറിഞ്ഞു നോക്ക്, നിനക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും. ഞാൻ പിടിച്ചോ, ഞാൻ പോണേ. എന്തൊക്കെ ജിമില്ലാത്ത വിശേഷം? പിന്നെ വിശേഷത്താ നല്ല വിശേഷം. ഐഷിമോള് മുടി മുട്ട ഇടിച്ചു. അതൊന്നും പറയണ്ട, ജലദോഷം തുമ്മല് പിടിച്ചു നോക്കിയേ. അപ്പൊ ഞാൻ മുട്ട അടിച്ചു വെച്ചു. മുടി ആക്കി വെട്ടിക്കുന്ന സാരില്ല ഐഷിക്കുട്ടി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ എന്താ എന്റെ ഇവിടുത്തെ പാട്? അവന്നെ പോലെ കണ്ടെന്ന അതൊന്നും പറയണ്ട. എന്നോടും എന്റെ കുട്ടീനോടും ഭയങ്കര ദേഷ്യാന്നേ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ബാനു ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം ഞങ്ങളുടെ അടുത്തൊക്കെ. ബാനു പഠന കാര്യത്തിന് വേണ്ടി പോയതാ. ഓളില്ലാത്തോണ്ട് കുറച്ചും കൂടി സമാധാനമില്ല. അതെ സത്യം. എങ്ങനെ ഈ 3 വർഷം ഞാൻ ഇവിടെ ജീവിച്ചെന്ന് എനിക്ക് അറിയില്ല. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനും എന്റെ മോളും ഇവിടെ വേലക്കാരത്തികളെ പോലെയാ. സത്യം പറയാലോ, എന്റെ ഭർത്താവും അവർക്ക് കൂട്ടു നിൽക്കുന്നു. ഒന്നും അറിയാത്ത പോലെയാ. ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കും. സംഭവം എന്താന്ന് വെച്ചാ അദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മയല്ലേ സ്വന്തം. ശരിയാ. ഇനിയിപ്പൊ എന്താ കാട്ടുമളെ ചെയ്താൽ ഇവിടെ വന്നാണ് കുടുങ്ങി. അത് ശരിയാ. എന്നോട് ദേഷ്യമുള്ളത് പോട്ടെ, എന്റെ മോളോടെങ്കിലും. പക്ഷെ അവളെ എന്റെ പോലെയല്ല. കുഞ്ഞാണെങ്കിലും നല്ലതുപോലെ അങ്ങോട്ട് പറയും. അതുകൊണ്ട് അവള് തീരെ ഇഷ്ടമല്ല. മാളുട്ടി പുറകോശത്തിരുന്ന് കളിക്കുക. അങ്ങോട്ട് പോയി നോക്കാശി മോളെ. എനിക്ക് പേടിയാ. ആ മാളുട്ടിന്റെ അത്തമ്മ എന്നെ അടുത്ത് ഒത്തിക്കോ. ഞാൻ ഇന്നാളെ വന്നപ്പോ ആ തള്ളത്തി എന്നെ വടിയിട്ട് അടിക്കാൻ വന്ന് എന്നോട് പറഞ്ഞ നന്നും വന്നല്ലേ നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാനേ നിനക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞോ? ക്ഷമിക്കണം കേട്ടോ ജമീലാത്ത, ഞാനിതൊന്നും. എനിക്കറിയണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് എന്നെ ആയിഷമൊക്കെ ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വലിച്ചു കൊടുന്നതാ. മാളൂട്ടിക്ക് എപ്പോഴും ഇവളെ കുറിച്ച് പറയാനുള്ളൂ. എപ്പോഴേലൊക്കെ കളിക്കാൻ കിട്ടുന്ന ഇവളെയല്ലേ. മാളൂട്ടിന്റെ ഒരുപാട് മിസ് ചെയ്തു. ആണോടാ? ഒരുപാട് മിസ് ചെയ്തു. ഞാനും മാളൂട്ടിയും കൂടെ കുറെ
തിന്നല്ലോ ആ അത്തമ്മ വന്നിട്ട് ഞങ്ങളെ കട്ടമാനൊക്കെ വാങ്ങി വെക്കും. എന്നിട്ട് എന്നോട് പാടി വന്ന് പോയിക്കോന്നെ. എന്നിട്ട് മാമത്തിന് തള്ളൂടെ എന്റെ മുന്നെ ഇന്ന് തള്ളാവല്ലേ കുട്ടീനൊക്കെ അടുക്കോള്. അത് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്റെ അത്തമ്മക്ക് പാവാ. മാമത്തിന്റെ അത്തമ്മ രാഷ്ട്രത്തെയാണോ? അതെ രാക്ഷസി തന്നെയാ. ഡി നിന്നോട് ഞാൻ ഇവിടെ അടിച്ചു വരാനല്ലേ പറഞ്ഞത്, അല്ലാതെ എന്റെ കുരു നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനാണോ? അല്ല അമ്മേ, നിന്നോട് ഞാൻ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞ. അമ്മേ അതൊക്കെ കഴിഞ്ഞു. അകത്ത് അടിച്ചെടുത്ത് അടിച്ചോ? ആ അമ്മേ അതും കഴിഞ്ഞു. അലക്കിയോ നീ? ആ അതും കഴിഞ്ഞു അമ്മേ. എന്നാ എനിക്ക് പായസം വേണം, അതുണ്ടാക്കി പോയിട്ട്. അമ്മ ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വാരിക്കോട്ടെ? ഓ നിന്റെ അടിച്ചു വാരലൊക്കെ എനിക്കറിയാം. മേലെ എന്റെ വീടിന് പുറത്തിറങ്ങിയേക്കരുത്. ഏതായാലും കൊള്ളാട്ടോ. ഞാനെന്നേ ഇവരോട് മുണ്ടും പറഞ്ഞിട്ടൊന്നും വരാൻ പോണിയാ. നിങ്ങൾക്ക് അതിനാരാ? നിങ്ങൾ അന്നേരം ഞങ്ങൾ കുടുംബക്കാര്യത്തിൽ ഇടപെടണേ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? കുറെ എണ്ണ ഇറങ്ങിയേക്കും കുടുംബകാര്യങ്ങൾ ഇടപെടാനായിട്ട്. കുടുംബകലക്കികൾ കുടുംബകാലത്തിന് എന്റെ അമ്മൂമ്മ കൊണ്ടില്ലേ ആ മോളുടിന്റെ ബാക്കി തന്നെ. ഒന്ന് പോയിട്ട് ഒരു ജമീല നിന്റെ മോളെ കൊണ്ടുപോയി ഇവിടുന്ന്. നമ്മൾ പോവന്നെയാണ്. ഞാൻ ഇവിടെ കുടിയിരിക്കാൻ വേണ്ടി വന്നതല്ലേ. ആഴ്ച മോളെ നമുക്ക് ഇവിടുന്ന് പോവാം. നീ അകത്തേക്ക് പോടി. നീ ഇവിടെ നിൽക്കണ്ട. പോടി അകത്തേക്ക്. അമ്മേ ഞാൻ നിന്നോട് അകത്തേക്ക് പോവാനാണ് പറഞ്ഞത്. അകത്തേക്ക് പോ. അമ്മേ പോവാനേ